നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ ലഭിച്ചെന്ന അവകാശവാദവുമായി വയനാട് പനമരം സ്വദേശിയായ പ്രവാസി സീതലവി. ഗൾഫിൽ ഹോട്ടലിൽ പാചകത്തൊഴിലാളിയായി ജോലി ചെയ്യുന്ന സീതലവി നാട്ടിൽ നിന്നും മടങ്ങും വഴിയാണ് ടിക്കറ്റ് എടുത്തത്. 12 കോടിയുടെ ടിക്കറ്റ് തനിക്കാണ് ലഭിച്ചെന്ന അവകാശവാദവുമായാണ് സീതലവി രംഗത്തെത്തിയിരിക്കുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിലെ ഉത്തരവ് നടപ്പാക്കാത്തതിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. സർക്കാരിന്റെ നിസ്സഹായാവസ്ഥ ഭയപ്പെടുത്തുന്നതാണ്. സഭകൾ തമ്മിലുള്ള ഭിന്നത അപകടകരമായ സാഹചര്യത്തിലാണ്. ക്രമസമാധാന പ്രശ്നം പറഞ്ഞ വിധി നടപ്പാക്കരുത്. ഈ മാസം 29-നകം സർക്കാർ നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ മുസ്ലിം സമുദായത്തിലേക്ക് സംഘടിത മതപരിവർത്തനം നടക്കുന്നതായി വ്യാപക പ്രചാരണമെന്ന സംസ്ഥാന ഇന്റലിജൻസ്. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന് പിന്നാലെയാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് നൽകിയത്. ലവ് ജിഹാദ് വഴിയുള്ള മതപരിവർത്തനത്തിനുള്ള വെള്ളപൂശാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ നീക്കമാണ് റിപ്പോർട്ടിന് പിന്നിലെന്നാണ് സൂചന. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും വഴിയുള്ള മതപരിവർത്തനം ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ നിയമ നടപടിക്കും ആഭ്യന്തര വകുപ്പിൽ നീക്കം നടക്കുന്നുണ്ട്. മതമാറ്റം സംബന്ധിച്ച് ഭൂരിപക്ഷ സമുദായങ്ങൾ പറയുമ്പോൾ വർഗീയവാദിയാകുന്നുവെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലവ് ജിഹാദിനെ കുറിച്ച് താൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ക്രിസ്ത്യൻ വിഭാഗവും മതമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എന്നാൽ എല്ലാ ക്രിസ്ത്യൻ വിഭാഗവും അങ്ങനെയല്ല. ഈഴവർക്കെതിരെ ഫാദർ റോയിയുടെ പരാമർശം അംഗീകരിക്കാനാകില്ല. വൈദിക കുപ്പായം എന്തും പറയാനുള്ള ലൈസൻസ് അല്ല. വൈദിക പട്ടം ഉപേക്ഷിച്ചിട്ട് വേണം ഫാദർ റോയി മാപ്പ് പറയാനെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. നാർക്കോട്ടിക് ജിഹാദ് വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ബിഷപ്പിന്റെ പരാമർശങ്ങൾ സർക്കാർ തിരസ്കരിക്കുകയാണ്. ഇത് അംഗീകരിക്കാനാകില്ല. K. സുധാകരനല്ല യോഗം വിളിക്കേണ്ടത്. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനെ അവഗണിക്കുന്നതിൽ പ്രതിഷേധം ശക്തം. തിരൂരിൽ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന ആവശ്യം മതമൗലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നടപ്പിലാക്കാത്ത സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തി. വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് പരാമർശത്തിൽ CPM പാർട്ടി സെക്രട്ടറിക്ക് സ്വന്തമായി അഭിപ്രായമില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ മതസ്ഥരെയും ഒരുമിച്ചിരുത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. എന്നാൽ സംസ്ഥാന സർക്കാർ അത് ചെയ്യാത്ത പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം മുൻകൈയെടുത്ത പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത്. ഈ പ്രശ്നം മുന്നോട്ടു പോകട്ടെ എന്ന അജണ്ട CPM-നുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും സതീശൻ പ്രതികരിച്ചു. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ VD സതീശനും K. സുധാകരനും വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുകയാണ്. വിഷയത്തിൽ സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിജയരാഘവൻ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വിഷയം അടഞ്ഞ അധ്യായമാണെന്നും AK ബാലനും വ്യക്തമാക്കി. നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ സർക്കാർ സാഹചര്യം വഷളാക്കുന്നുവെന്ന രമേശ് ചെന്നിത്തല. സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നത് ആപത്കരമാണ്. ദുരഭിമാനം വെടിഞ്ഞ സർവകക്ഷി യോഗം വിളിക്കണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇല്ലാത്തതിനാലാണ് സർക്കാർ നടപടി സ്വീകരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. നെട്ടയം രാമചന്ദ്രൻ വധക്കേസിൽ CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ ഗൂഢാലോചന കുറ്റം ചുമത്തി പ്രതിയാക്കാൻ നിർദ്ദേശം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. ജയമോഹനെ പ്രതി ചേർക്കാൻ തിരുവനന്തപുരം CBI കോടതിയിലാണ് നിർദ്ദേശിച്ചത്. 2010-ലാണ് കോൺഗ്രസ് നേതാവ് രാമഭദ്രനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. കാലിക്കറ്റ് സർവകലാശാലയിൽ മാർക്ക് ദാനത്തിലൂടെ തോറ്റ BTech വിദ്യാർത്ഥികളെ ജയിപ്പിക്കാൻ നീക്കം. 20 മാർക്ക് വരെ സ്പെഷ്യൽ മോഡറേഷനിലൂടെ നൽകാനാണ് തീരുമാനം. അധികാരം ദുർവിനിയോഗമെന്ന് കാട്ടി വൈസ് ചാൻസലർക്കെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകി. പത്തനംതിട്ടയിൽ CPM നേതൃത്വത്തിൽ അതിക്രമിച്ചു കടന്നുള്ള വഴിവെട്ടൽ വീണ്ടും.
കുന്നന്താനത്ത് കോടതി വിധിയെ വെല്ലുവിളിച്ച CPM ലോക്കൽ കമ്മിറ്റി അംഗം SV സുബിന്റെ നേതൃത്വത്തിലായിരുന്നു വഴിവിട്ട. ചോദ്യം ചെയ്ത പോലീസുകാരെ സുബിൻ ഭീഷണിപ്പെടുത്തി. സംഭവത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തു. സംസ്ഥാനത്തെ മന്ത്രിമാർക്കുള്ള പരിശീലന ക്ലാസ് ആരംഭിച്ചു. IGMയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു. നീതി ആയോഗ് CEO അമിതാഭ് കാന്ത, മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയും പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനുമായ KM ചന്ദ്രശേഖർ തുടങ്ങിയവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. പാലക്കാട് IIT ക്യാമ്പസിനകത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ച് കാട്ടാനക്കൂട്ടം. മണിക്കൂറുകളോളം ക്യാമ്പസിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ പടക്കം പൊട്ടിച്ചും പാട്ടക്കുട്ടിയും കാടുകയറ്റി. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ്. വയനാട് മീനങ്ങാടി കോളേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. സൊസൈറ്റി കവല മുണ്ടിയാനയിൽ കരുണാകരൻ, പാലറ്റിൻ രാമചന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 10 മണിയോടെയാണ് ഒറ്റയാൻ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത്. ഇരയെന്നു കരുതി ഉടുമ്പിൻവാലിൽ കടിച്ച് പൊല്ലാപ്പിലായി രാജവെമ്പാല. കോതമംഗലം കരിമ്പാനി വനത്തിലാണ് ഉദ്യോഗവും കൗതുകവും ഉയർത്തിയ ഏറ്റുമുട്ടൽ നടന്നത്. ഞായറാഴ്ച ബീറ്റ് പെട്രോളിങ്ങിനിറങ്ങിയ വനപാലകരാണ് രാജവെമ്പാലയും ഉടുമ്പും തമ്മിലുള്ള അപൂർവ ഏറ്റുമുട്ടൽ ക്യാമറയിലാക്കിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ മഹാദേവ ക്ഷേത്രത്തിൽ കവർച്ചാ ശ്രമം. ക്ഷേത്രവാതിൽ പൊളിച്ചായിരുന്നു മോഷണ ശ്രമം. ക്ഷേത്രമതിലിനുള്ളിലെ സാധനങ്ങൾ വിൽക്കുന്ന കൗണ്ടറും തകർക്കാൻ ശ്രമം നടന്നു. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്തു. കണ്ണൂർ ശ്രീകണ്ഠാപുരം തേർലായി മുനമ്പത്ത് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു. തേർലായി ദിലീപിന്റെ ഹാഷിമിൻ മകൻ അൻസബാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കൂട്ടുകാരോടൊത്ത് പുഴയിൽ നീന്തുന്നതിനിടെയാണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആലപ്പുഴ ചുങ്കം പള്ളാത്തുരുത്തി റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട തിരുവല്ല വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചു. മുൻ MLA AA ഷുക്കൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ശക്തമായ കാറ്റിൽ തൃശൂർ പഴയന്നൂരിൽ മരം കടപുഴകി വീണ സ്കൂൾ കെട്ടിടം തകർന്നു. പടിയൂർ സെന്റ് തോമസ് സ്കൂളിന് മുകളിലാണ് മരം വീണത്. ചുറ്റുമതിലിനും കുട്ടികളുടെ പാർക്കിലെ കളി ഉപകരണങ്ങൾക്കും കേടുപറ്റി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി കടൽ തീരം ശുചീകരിച്ചു. പരിസ്ഥിതി ജൈവ സംരക്ഷണ പ്രവർത്തകനും സമുദ്രജീവി സംരക്ഷണ പ്രവർത്തകനുമായ ഫിറോസ് അഹമ്മദ് ആലപ്പുഴയാണ് ശുചീകരണം നടത്തിയത്. സമുദ്രത്തിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വർദ്ധിക്കുന്നത് മൂലം സമുദ്രജീവികൾക്കും ജൈവ വൈവിധ്യത്തിനും അതുവഴി മനുഷ്യനുമുണ്ടാകുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഫിറോസ് തീരദേശ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. കിടപ്പ് രോഗികൾക്ക് സ്വാതന്ത്ര്യമായി സാന്ദീപനി സേവാ ട്രസ്റ്റിന്റെ പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റ്. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി ശുശ്രൂഷിക്കുക, ഒറ്റപ്പെട്ടു കഴിയുന്ന നിരാലംബരായ രോഗികൾക്ക് മരുന്നും ഭക്ഷണവും ദിവസവും വീടുകളിൽ എത്തിക്കുക തുടങ്ങിയ പദ്ധതികൾക്കാണ് തിരുവനന്തപുരത്ത് തുടക്കമായത്. മുഖ്യമന്ത്രിയുടെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ നഗരസഭ നിർമ്മിക്കുന്ന ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ രാജ് അധ്യക്ഷത വഹിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിക്കുന്നത്. കൊച്ചി മയക്കുമരുന്ന് കേസിന് ഗുണ്ടാ ക്രിമിനൽ കൊട്ടേഷൻ ബന്ധവും ലഹരിക്കടത്തിന് സംരക്ഷണമൊരുക്കുന്ന ഗുണ്ടാ നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച എക്സൈസ് ക്രൈംബ്രാഞ്ച്. അറസ്റ്റിലായ പ്രതികളുടെ മൊഴികളിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കളും. കണ്ണൂരിൽ 2 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിലായി. കർണാടക സ്വദേശി സജീദ് മുഹമ്മദ്, അസം സ്വദേശി ഇക്രാമുൽ ഫക്ക് എന്നിവരെയാണ് അറസ്റ്റിലായത്. കണ്ണൂർ മഞ്ചപ്പാലം എരിഞ്ഞാറ്റുവയലിലെ വാടക ക്വാർട്ടേഴ്സിൽ വെച്ചാണ് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത്. സ്കൂളുകൾ
തുറക്കാൻ സർക്കാർ തയ്യാറെടുക്കുമ്പോൾ കൊറോണ വ്യാപനം വെല്ലുവിളി ഉയർത്തുന്നു. ടെസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടും രോഗികളുടെ എണ്ണം 20,000 കടക്കുന്നതാണ് സംസ്ഥാനത്തെ സാഹചര്യം. മരണനിരക്കും ഉയരുകയാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ വിവരങ്ങൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികളിലേക്ക് നീങ്ങി വിവരാവകാശ കമ്മീഷൻ. ഉന്നത ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചതിനെക്കുറിച്ചറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയയാൾക്ക് വിവരങ്ങൾ നിഷേധിച്ച KSEBക്കെതിരെ നടപടിക്ക് നിർദ്ദേശിച്ചു. വകുപ്പുകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് എതിരാകുന്ന വിവരങ്ങൾ മറച്ചുവെക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കടുത്ത നടപടികൾ. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർക്കാൻ നടപടിയുമായി റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ ഫയൽ അദാലത്ത് നടത്താനാണ് തീരുമാനം. ആദ്യഘട്ടമായി ഈ മാസം 20 മുതൽ 30 വരെ സെക്രട്ടേറിയറ്റ് റവന്യൂ വകുപ്പിൽ അദാലത്ത് നടത്തും. രണ്ടാം ഘട്ടത്തിൽ വില്ലേജ് ഓഫീസ് വരെയുള്ള വകുപ്പിലെ മുഴുവൻ ഓഫീസുകളിലും അദാലത്ത് സംഘടിപ്പിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. സേനാപതി പഞ്ചായത്തിലെ റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി BJP രംഗത്ത്. 2 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച വെങ്കലപ്പാറ തലയങ്കാവ് റോഡ് 1.5 മാസം എത്തും മുൻപേ ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമെന്നാണ് BJPയുടെ ആരോപണം. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനം ഉറപ്പാക്കാൻ തപസി കലാ സാഹിത്യവേദിക്ക് സാധിച്ചതായി സംസ്കാർ ഭാരതി അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി അഭിജിത് ഗോഖലെ. തപസ്യ സംസ്ഥാന ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തപസ്യയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഒരു പ്രദേശത്തെ മാലിന്യമുക്തമാക്കാൻ ആരോഗ്യ ശുചിത്വ സാക്ഷരതാ പദ്ധതിയുമായി യുവാക്കൾ രംഗത്ത്. മലപ്പുറം ചങ്ങരംകുളം പാവിട്ടപ്പുറം ഗ്യാനം ക്ലബിന്റെ പ്രവർത്തകരാണ് കർമ്മ പദ്ധതി ഒരുക്കിയത്. നവോത്ഥാന നായകരുടെ ചിത്രം വരച്ച റെക്കോർഡ് നേടി കൊല്ലം ചവറ സ്വദേശി കീർത്തി. ചിത്രരചന അധ്യാപിക കൂടിയായ കീർത്തി 22 മണിക്കൂറിനിടെ 15 നവോത്ഥാന നായകരുടെ ജീവസൂത്ര ചിത്രങ്ങൾ വരച്ചാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. ഇടുക്കി ചിന്നക്കനാലിൽ വനവാസി പുനരധിവാസ പദ്ധതിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടിയില്ല. 2018 കണ്ടെത്തിയ കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ വിവരം നൽകിയിട്ടും റവന്യൂ വകുപ്പ് ചെറുവിരൽ അനക്കിയിട്ടില്ല. വനവാസി ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവുണ്ടായിട്ടും സർക്കാർ ഭൂമി സംരക്ഷിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. പാലക്കാട് തരൂർ കുട്ടൻകോടിൽ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. അമ്പലപ്പാറ ക്വാറിക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ജനവാസ മേഖലയിലെ ക്വാറി അപകട ഭീഷണിയാകുന്നു എന്നാണ് പരാതി. കരൾ രോഗബാധിതയായ കണ്ണൂർ ചിറക്കലിലെ 19കാരി തീർത്ത ജീവിതത്തിലേക്ക് തിരികെ വരാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. 60 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ മറ്റു മാർഗങ്ങളില്ലാത്ത വിഷമത്തിലാണ് നിർധനരായ കുടുംബം. വയനാട് പനമരം നിവാസികളുടെ ഏക ആശ്രയമായ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യവുമായി പൗരസമിതി രംഗത്ത്. ആദിവാസി വിഭാഗങ്ങളടക്കം ആയിരക്കണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന പനമരത്തെ ഏക ആശുപത്രിയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി NDA സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും മോദിയുടെ ജീവിത ഘട്ടങ്ങളും വ്യക്തമാക്കുന്ന ഫോട്ടോ പ്രദർശനം ഒരുക്കി BJP കൊല്ലം ജില്ലാ കമ്മിറ്റി. ജില്ലാ കാര്യാലയത്തിൽ ഒരുക്കിയ പ്രദർശിനി എന്ന പ്രദർശനം സുരേഷ് ഗോപി MP ഉദ്ഘാടനം ചെയ്തു. കൊറോണ വാക്സിൻ വിതരണത്തെ ചൊല്ലി രാഷ്ട്രീയ ദുഷ്പ്രചരണങ്ങൾ ഉയരുമ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് കാര്യങ്ങൾ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ഒക്ടോബർ 4 ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിദിനം കൂടുതൽ ബില്ലുകൾ പരിഗണിക്കാനാകുമെന്ന ആലോചനയിൽ സർക്കാർ. 47 ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകൾ പരിഗണനയിൽ ഉള്ളതായി
പ്രതിദിനം 4 ബില്ലുകളെങ്കിലും ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ 4 ബില്ലുകൾ ഒരു ദിവസം ചർച്ചയ്ക്കെടുത്താൽ ചർച്ച പ്രഹസനമാകുമെന്ന നിലപാടാകും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. കോഴിക്കോട് റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ സഹകരണത്തോടെ പുണ്യം കോഴിക്കോട് പദ്ധതിക്ക് തുടക്കമിട്ടു. മാലിന്യമുക്ത കോഴിക്കോട് ബീച്ച് ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി റോട്ടറി പ്ലസ് ഡിസ്ട്രിക്ട് ഗവർണർ സാരിസ് മാർഷൽ ഉദ്ഘാടനം ചെയ്തു. MBT നന്മ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, സ്റ്റുഡന്റ് കേഡറ്റ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പട്ടം പ്ലാമൂട്ടിൽ തടിലോറി അപകടം. 1.5 വയസ്സുകാരനടക്കമുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി പട്ടം പ്ലാമൂട്ടിലെ ട്രാഫിക് സിഗ്നലിൽ തടി കയറ്റി വന്ന ലോറി നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. 3 കാറും 1 ബൈക്കും അപകടത്തിൽപ്പെട്ടു. കേരളത്തിൽ 23 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥ ആയിരിക്കുമെന്നും അറബിക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ കവാടം പരിപാടി സംപ്രേഷണം ആരംഭിച്ചു. രജത ശോഭയിൽ ജനകീയ ആസൂത്രണം എന്ന തലക്കെട്ടിലാണ് ആദ്യ പരിപാടി. 4 നൂറ്റാണ്ട് കാലത്തെ ആസൂത്രണ പ്രക്രിയയിൽ ജില്ല കൈവരിച്ച നേട്ടങ്ങളും ഭാവി വികസന കാഴ്ചപ്പാടുകളുമാണ് ചർച്ച ചെയ്തത്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന ABVP. ഓൺലൈൻ ക്ലാസുകൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന സർക്കാർ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസുകൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകണമെന്ന് ABVP നേതാക്കൾ ആവശ്യപ്പെട്ടു. തീരം സുരക്ഷിത തീരം മുദ്രാവാക്യമുയർത്തിയ കാസർഗോഡ് ബേക്കൽ പോലീസ് കടൽ തീരം ശുചീകരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തൊഴിലുറപ്പ് തൊഴിലാളികളും കുട്ടികളും പങ്കെടുത്തു. BJP മണ്ഡലം സെക്രട്ടറിയും കാസർഗോഡ് നഗരസഭാ കൗൺസിലറുമായ ഉമ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ കോസ്റ്റൽ ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് കുമ്പള കോസ്റ്റൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ കടൽത്തീര ശുചീകരണം നടത്തി. കുമ്പള കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ കടലോര നിവാസികൾ, മത്സ്യത്തൊഴിലാളികൾ, ക്ലബ്ബുകൾ, കടലോര ജാഗ്രതാ സമിതികൾ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണം. കുമ്പള കോസ്റ്റൽ ഇൻസ്പെക്ടർ ദിലീഷ് K ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ഉപ്പളസ്വാമി നിത്യാനന്ദ യോഗ ആശ്രമത്തിൽ ഔഷധത്തോട്ടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഔഷധച്ചെടികൾ സൗജന്യമായി എത്തിച്ചു നൽകി. പരിസ്ഥിതി പ്രവർത്തകൻ കക്കോത്ത് പ്രഭാകരനിൽ നിന്ന് സ്വാമിജി ശ്രീ യോഗാനന്ദ സരസ്വതി ഔഷധച്ചെടികൾ ഏറ്റുവാങ്ങി. മൊബൈൽ ടൈപ്പിംഗിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയ തൃശൂർ ചോവന്നൂർ സ്വദേശി ആൽവിൻ മാത്യുവിനെ സേവാഭാരതി അനുമോദിച്ചു. സേവാഭാരതി ജില്ലാ സെക്രട്ടറി സുനിൽ കുമാർ, ആപത് സേവാ കൺവീനർ പ്രിജു തുടങ്ങിയവർ പങ്കെടുത്തു. അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ റെക്കോർഡ് വരുമാനം. ടിക്കറ്റ് വരുമാനമായി 82,500 രൂപയാണ് ഇന്നലെ ലഭിച്ചത്. കൊറോണ നിയന്ത്രണങ്ങളെ തുടർന്ന് ഏറെ നാൾ അടച്ചിട്ട ശേഷം കഴിഞ്ഞ മാസം ആദ്യമാണ് വിനോദ കേന്ദ്രങ്ങൾ തുറന്നത്. അതിനുശേഷം ലഭിച്ച മികച്ച വരുമാനമാണ് ഇന്നലെ ലഭിച്ചത്. ദേശീയ ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലന പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട, ഇലന്തൂർ, ചെന്നീർക്കര പഞ്ചായത്തുകളെ നാഷണൽ ഹെൽത്ത് വോളണ്ടിയർമാരുടെ ശില്പശാല നടത്തി. BJP പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് PR ഷാജി ശില്പശാല ഉദ്ഘാടനം ചെയ്തു.
WIPR 10-ൽ കൂടുതലുള്ള കണ്ണൂരിലെ 24 വാർഡുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ ഇന്നു മുതൽ 26 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. VS അമൽ, JS അതുൽ എന്നിവരെയാണ് ഇളവന്തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്രെയിൻ യാത്രയ്ക്കിടെ മെഴുവേലി സ്വദേശിയായ യുവതിയുമായി അമൽ സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി ബംഗളൂരിലെത്തി അതുലുമായി ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. കാസർഗോഡ് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ പ്രഖ്യാപിച്ചു. കാസർഗോഡ് നെഹ്റു യുവകേന്ദ്രയും പെരിയങ്ങാനം ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ചേർന്നാണ് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ സംഘടിപ്പിച്ചത്. പെരിങ്ങാനം ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച കൂട്ടിയോട്ടം K. രാജൻ മാസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്തു. തിരുവല്ല സ്പിരിറ്റ് വെട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് വിവരം സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചു. പ്രതികളുടെയും ബന്ധുക്കളുടെയും ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള രേഖകൾ ഒരാഴ്ചയ്ക്കകം ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി അഗ്നിരക്ഷാ വകുപ്പ് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ പരിശോധന നടത്തി. സന്നിധാനത്ത് തിരുമുറ്റത്തെയും അരവണ പ്ലാന്റ്, പിൽഗ്രീം സെന്ററുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലും സുരക്ഷാ സാഹചര്യങ്ങൾ സംഘം വിലയിരുത്തി. റിപ്പോർട്ട് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും നൽകുമെന്ന് ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാർ പറഞ്ഞു. കോട്ടയം അയർക്കുന്നം ഒറവിക്കൽ റൂട്ടിലെ കുഴികൾ BJP യുവമോർച്ച പ്രവർത്തകർ അടച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നിരവധി ബൈക്ക് യാത്രക്കാരാണ് ഈ റോഡിൽ അപകടത്തിൽപ്പെട്ടത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സോബിൻ ലാലിന്റെ നേതൃത്വത്തിൽ മണ്ഡലം സെക്രട്ടറിമാരായ അർജുൻ, അനന്തു തുടങ്ങി നിരവധി പ്രവർത്തകർ കുഴിയടക്കലിന് നേതൃത്വം നൽകി. സൈനിക ഉദ്യോഗസ്ഥനായി ആൾമാറാട്ടം നടത്തി വിവരങ്ങൾ ചോർത്തിയ ആൾ പിടിയിൽ. കരസേനയുടെ ബംഗളൂരു സദേൺ കമാൻഡിൽ നിന്ന് സൈനിക വാഹനങ്ങളുടെ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥന് വാട്സപ്പിലൂടെ കൈമാറിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കരസേനയുടെ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്ത ജിതേന്ദ്ര സിംഗ് വാട്സപ്പിലൂടെ ദൃശ്യങ്ങൾ കൈമാറിയതിന് തെളിവുകൾ ലഭിച്ചിരുന്നു. പനമരം ഇരട്ടക്കൊലപാതക കേസ് പ്രതിയെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. പാലാ ബിഷപ്പ് വിവാദത്തിൽ മതനേതാക്കളുടെ യോഗം വിളിക്കേണ്ടത് കോൺഗ്രസ് അല്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. SDPIയും ജമാഅത്തെ ഇസ്ലാമിക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും MT രമേശ് പറഞ്ഞു. കേരളത്തിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ മെഗാഫോണായെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുകയാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കാത്തത് ആരെയോ ഭയപ്പെടുന്നതുകൊണ്ടാണ്. വിഷയത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.